ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊഴിൽ വാർത്തയിലും ഹരിശ്രീയിലും വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. PSCയുടെ എല്ലാ എക്സാമുകൾക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ. അടുത്തത്, 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി. 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി ഗുഡ്ഗാവ്. പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ട് ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032 അല്ലെങ്കിൽ 1032. അടുത്ത ചോദ്യം, 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. ലോക കാലാവസ്ഥാ ദിനത്തിലെ പ്രമേയം അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അടുത്തത്, 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി. ഇടുക്കിയിലെ വാഗമണ്ണാണ് വേദിയായിട്ട് വരുന്നത്. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി ഇടുക്കിയിലെ വാഗമണ്ണാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബെഗുസരായ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ബെഗുസരായ്. 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ദൻ സഖ്യമാണ്. 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയ വ്യക്തികളാണ് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ദനും. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീരയാണ്. ആദ്യത്തെ മാധവിക്കുട്ടി പുരസ്കാരം നേടിയ വ്യക്തി KR മീരയാണ്. പുന്നയൂർകുളം സാഹിത്യ സമിതിയാണ് പുരസ്കാരം നൽകുന്നത്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം നൽകിയത് KR മീരയ്ക്കാണ്. ഇത് നൽകുന്നത് പുന്നയൂർകുളം സാഹിത്യ സമിതിയാണ്. അടുത്തിടെ അന്തരിച്ച U കലാനാഥൻ ഏതു നിലയിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു? യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അപ്പോൾ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് U കലാനാഥൻ. അദ്ദേഹമാണ് ഈ അടുത്ത് അന്തരിച്ചത്. ആത്മാവ് സങ്കല്പമോ യാഥാർത്ഥ്യമോ? ജ്യോത്സ്യം ശാസ്ത്രമോ ശാസ്ത്ര ആഭാസമോ? മതം സാമൂഹിക പുരോഗതിയുടെ ശത്രു? ഇസ്ലാം മതവും യുക്തിവാദവും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ആത്മാവ് സങ്കല്പമോ യാഥാർത്ഥ്യമോ? ജ്യോത്സ്യം ശാസ്ത്രമോ ശാസ്ത്ര ആഭാസമോ? മതം സാമൂഹിക പുരോഗതിയുടെ ശത്രു? ഇസ്ലാം മതവും യുക്തിവാദവും. ഈ കൃതികളെല്ലാം രചിച്ച വ്യക്തി U കലാനാഥനാണ്. യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായിട്ടുള്ള കേരളത്തിലെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല അല്ലെങ്കിൽ MG സർവകലാശാല. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം ഏജ് ഫ്രണ്ട്ലി സിറ്റി ആയിട്ട് ലോകാരോഗ്യ സംഘടന WHO പ്രഖ്യാപിച്ചിട്ടുള്ള നഗരമാണ് കൊച്ചി. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തേകാൻ പുതിയതായി സജ്ജമായ ഹെലികോപ്റ്ററുകളുടെ പേരാണ് ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രൺ 334.
US-ൽ നിന്നാണ് ഈ ഒരു ഹെലികോപ്റ്ററുകൾ വാങ്ങിക്കുന്നത്. 24 കോപ്റ്ററുകൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ 6 എണ്ണമാണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. മാർച്ച് 6-ന് കൊച്ചിയിലെ ദക്ഷിണ മേഖല നാവിക ആസ്ഥാനത്താണ് ഈ ഹെലികോപ്റ്ററുകൾ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത സമുദ്രത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ബ്ലൂംബർഗിൻ്റെ കോടീശ്വര പട്ടിക പ്രകാരം ലോകത്തെ പുതിയ 1-ാം നമ്പർ സമ്പന്നനാണ് ജെഫ് ബെസോസ്. ബ്ലൂംബർഗിൻ്റെ കോടീശ്വര പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും പുതിയ 1-ാം നമ്പർ സമ്പന്നനാണ് ജെഫ് ബെസോസ്. 1-ാം സ്ഥാനത്തുള്ളത് ജെഫ് ബെസോസ് ആണ്. ആമസോൺ സ്ഥാപകനാണ് ജെഫ് ബെസോസ്. ആമസോണിൻ്റെ സ്ഥാപകനാണ് ജെഫ് ബെസോസ്. 2021 ജനുവരി 1 മുതൽ 1-ാം സ്ഥാനം വഹിച്ചിരുന്നത് ടെസ്ല CEO ആയിട്ടുള്ള എലോൺ മസ്ക് ആണ്. ടെസ്ലയുടെ CEO ആയിട്ടുള്ള എലോൺ മസ്ക് ആയിരുന്നു 2021 ജനുവരി മുതൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തെ പിന്തള്ളിക്കൊണ്ടാണ് ആമസോൺ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബെസോസ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. $20,000 കോടി ജെഫ് ബെസോസിൻ്റെ ആസ്തി. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്കിന് $19,800 ആസ്തിയുള്ളത്. ആഡംബര ബ്രാൻഡായിട്ടുള്ള ലൂയി വിറ്റൻ്റെ മാതൃ കമ്പനിയാണ് LMVH. ആഡംബര ബ്രാൻഡായിട്ടുള്ള ലൂയി വിറ്റൻ്റെ മാതൃ കമ്പനിയാണ് LMVH. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ബെർണാഡ് അർണോയാണ് 3-ാമതായി വരുന്നത്. ബെർണാഡ് അർണോയാണ് 3-ാം സ്ഥാനത്തുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായിട്ടുള്ള മുകേഷ് അംബാനി 11-ാം സ്ഥാനത്താണ്. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി 12-ാമനായിട്ടാണ് വരുന്നത്. ബ്ലൂംബർഗിൻ്റെ കോടീശ്വര പട്ടിക പ്രകാരം ലോകത്തെ സമ്പന്നരിൽ 1-ാമതായി വരുന്നത് ജെഫ് ബെസോസ് ആണ്. ആമസോൺ സ്ഥാപകനാണ് അദ്ദേഹം. 2-ാം സ്ഥാനത്ത് വരുന്നത് ടെസ്ല CEO ആയിട്ടുള്ള ഇലോൺ മസ്ക് ആണ്. 3-ാം സ്ഥാനത്തേക്ക് വരുന്നത് ആഡംബര ബ്രാൻഡായിട്ടുള്ള ലൂയി വിറ്റൻ്റെ മാതൃ കമ്പനിയായ LMVHൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബെർണാഡ് അർണോ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായിട്ടുള്ള മുകേഷ് അംബാനി 11-ാം സ്ഥാനത്തും അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി 12-ാമനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്